ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ബാംഗ്ലൂരിൽ കൊല തൂക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു രക്ഷയുമില്ലാത്ത ഞായറാഴ്ചയാണ് വരുന്നത്. ആദ്യ ദിനത്തിന് മുകളിൽ നിൽക്കുന്ന ഒരുപക്ഷെ അഡ്വാൻസിലൂടെ ആദ്യ ദിനം നേടിയ കളക്ഷൻ്റെ മുകളിലേക്ക് സിനിമ എത്തുകയാണ് ബാംഗ്ലൂരിൽ എന്ന് പറയാം. കർണാടകത്തിൽ സിനിമ 1 കോടിക്ക് മുകളിൽ പോകും ഈ ഒരു ഞായറാഴ്ച. മൂന്നാം വാരത്തിലെ ഞായറാഴ്ച റെക്കോർഡിന് മുകളിൽ റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് സിനിമ പോവുകയാണ്. അതെ, ബാംഗ്ലൂരിൽ നമുക്ക് കാണാൻ കഴിയുന്ന 116ഓളം ഷോകളാണ് ബാംഗ്ലൂർ സിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 70 മുകളിൽ 72ഓളം ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു. ബാക്കി 44 ഷോകൾ അവിടെ കിടക്കുകയാണ്. അത് പച്ചയാണ്. പക്ഷേ അതിനകത്തിൽ ആ 44-ൽ ഏകദേശം ഒരു 36 നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രി 10 മണിക്കുള്ള ഷോകളാണ്, അല്ലെങ്കിൽ ആ ടൈമിൽ ലേറ്റ് നൈറ്റ് ഷോസ് ആണെന്ന് തന്നെ പറയാം. ആ ഷോകളെല്ലാം തന്നെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഫുള്ളാകും എന്നുള്ളതും ഉറപ്പിക്കാവുന്നതാണ്. ഈ ഒരു തൂക്കുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത കൊടൂരമായിട്ടുള്ള കൊലപാതകം ബോക്സ് ഓഫീസിൽ ചെയ്യുകയാണ് ഈ സിനിമ എന്ന് തന്നെ പറയാം. 18ാം ദിനത്തിൽ ബാംഗ്ലൂർ നഗരം ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അഴിഞ്ഞാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, സിനിമയുടെ കർണാടക കളക്ഷൻ നാളെ 1 കോടിക്ക് മുകളിലായിരിക്കും. അതും ഒരു മലയാള സിനിമ ആദ്യമായിട്ട് ആ റേഞ്ചിലേക്ക് എത്തുകയാണ്. ഇതിനോടകം തന്നെ 12 കോടിക്ക് മുകളിലേക്ക് കർണാടക സ്കോർ എത്തിയ സിനിമ ഈ 2 ദിനം കൊണ്ട് ഏകദേശം 15 കോടിയിലേക്ക്, അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ 15 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുന്നു. അതായത് 3 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമായി 45-50 കോടിയിലേക്ക് ഈ സിനിമ എത്തുകയാണ്. ഒരു പക്ഷേ അത് 100 കോടിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഞായറാഴ്ച അതിഭീകരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് സിനിമയ്ക്ക് കാണാനുള്ളത്. പ്രീ സെയിലിലൂടെ തന്നെ ഏകദേശം 2.5 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്കത് തന്നെയാണ്. ചെന്നൈ നഗരം റെഡ് അലേർട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു 70% റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. ആ റേഞ്ചിലാണ് സിനിമ പോകുന്നത്. പ്രത്യേകിച്ച് 2 ഭാഷകളിലാണ് അവിടെ നിൽക്കുന്നത്, മലയാളവും തമിഴും. ബാംഗ്ലൂരിൽ നമുക്ക് ഹിന്ദി കൂടിയുണ്ട്. ഹിന്ദിയുടെ ഒരു തിയേറ്ററിൽ 3ഓളം ഷോ ആയിട്ടാണ് കാണുന്നത്. അതെല്ലാം തന്നെ നമുക്ക് ഓറഞ്ച് അലേർട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് ഹിന്ദി വെർഷൻ അവിടെ നിൽക്കുന്നത്. 4 ഷോകളിൽ 3 ഓറഞ്ച് അലേർട്ട് തന്നെയാണ് നിൽക്കുന്നത്. തമിഴ് വെർഷനും മികച്ച രീതിയിൽ തന്നെയാണ് ബാംഗ്ലൂരിൽ നിൽക്കുന്നത്. ഏകദേശം 12ഓളം ഷോകൾ എന്നാണ്, 15ഓളം ഷോകളാണ്. അതിനകത്തിൽ 12ഉം ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലും. എന്തായാലും കൊടൂര തൂക്ക് തന്നെയാണ് സിനിമ. ഈ ഒരു ദിവസം കൊണ്ട് 250 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.